ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജന്നാദിമഡിസ്റ്റേ. അപ്പോൾ ആസ് യൂഷ്വൽ എന്നും പറയാറുള്ളത് പോലെ ഇന്ന് വീണ്ടും ഒരു തിരക്ക് പിടിച്ച ദിവസം തന്നെയാണ്. കുറച്ച് കട്ടിങ്ങും ഹാൻഡ് വർക്കിനുള്ള ഐറ്റംസ് റെഡിയാക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ പാറ്റേൺസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചാണ് നമ്മളിനി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഞാനൊരു ഗ്രീൻ കളർ ബ്ലൗസ് ഹാൻഡ് വർക്കൊക്കെ ചെയ്തതാ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സിമ്പിൾ വർക്ക് വന്നിട്ടുണ്ട്. നെക്കിലും സ്ലീവിലൊക്കെ സിമ്പിളായിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഐഡിയ തോന്നിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അത്ര നീറ്റായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് റാണി പിങ്ക് ഷെയ്ഡിൽ ത്രെഡ് വർക്കൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ബുള്ളിയൻ റോസ് കൊടുത്ത് അടിപൊളി വർക്കാണ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ഓപ്പൺ ആയിട്ടാണ് നെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ. ഇനി ഈ ഒരു ബ്രൈഡിൻ്റെ നമ്മൾ ട്രയലിന് വേണ്ടിയിട്ട് അവർക്ക് ചെയ്ത് കൊടുത്ത ബ്ലൗസാണ് കേട്ടോ അത്. അപ്പോൾ അത് ഫസ്റ്റ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വർക്കിംഗ് വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. താലികെട്ടിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ മുമ്പ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ലീവിൽ ഇതുപോലെ മൈന്യൂട്ടായിട്ടുള്ള വർക്ക്സാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ടൈം പിടിച്ചിട്ട് ചെയ്ത വർക്ക്സാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് ഇനി നമ്മൾ ബാക്കിയുള്ളതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബ്രൈഡിൻ്റെ റിലേറ്റീവിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്ത് വെച്ച ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ സ്ലീവാണത് കേട്ടോ. സ്ലീവിൽ മാത്രമേ വർക്ക് വരുന്നുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു സാരി ബ്ലൗസിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതും സിമ്പിളാണ്, പക്ഷേ കുറച്ച് ടൈം പിടിച്ചിട്ട് ചെയ്ത വർക്കാണ്. അതുപോലെ കുഞ്ഞു കുഞ്ഞു ബൂട്ടാസൊക്കെ കൊടുത്ത് ഒരു ലൈന് ഒക്കെ ഫിൽ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അതും ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സ്ലീവിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രൈഡിന് വേണ്ടിയിട്ട് അവരൊരു സെറ്റ് സാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിനെ ധാവണിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതും ചെയ്യാനുണ്ട്. ഇനി നെക്സ്റ്റ് ഹാൻഡ് വർക്കിന് പോകാനുള്ള കുറച്ച് സാരീസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബ്ലൗസ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് വൺ ഒരു ഓറഞ്ച് ഷെയ്ഡ്, നെക്സ്റ്റ് ഒരു ബ്ലൂ കളർ ഷെയ്ഡിൽ ബനാറസി സാരി, അതുപോലെ ഒരു കോഫി ഷെയ്ഡിൽ. അപ്പോൾ ഇതെല്ലാം 500 ബിലോ ആയിട്ടാണ് ഹാൻഡ് വർക്ക് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു സാരി, പിന്നെ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു സാരിയും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി ഒരു സെറ്റ് സാരിയിലേക്കുള്ളൊരു ബ്ലൗസായിട്ട് ഒരു ഗ്രീൻ കളർ സാരിയും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ 5 ബ്ലൗസ് നമുക്കിനി സിമ്പിളായിട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. നെക്സ്റ്റ് ഇവിടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാനെന്ന് സീനും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ തിരക്കായതുകൊണ്ട് ഞാൻ വരാം ഹെൽപ്പിനെന്നും പറഞ്ഞ് ഹെൽപ്പിന് വന്നതാണ്. അവൾക്ക് അവിടെ ദക്ഷിണ കൊടുക്കൽ ബ്ലൗസിൻ്റെയും ഒരു ധാവണി സെറ്റിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അവൾ ചെയ്യുന്നത് ഈ ഒരു ബ്രൈഡിൻ്റെ തന്നെ മെയിൻ ബ്ലൗസാണ്, അതായത് ബ്രൈഡലിലെ ഹെവി ബ്രൈഡൽ ബ്ലൗസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ ഒരു ലീഫ് പാറ്റേൺ ഈ സ്ലീവ് ഫുള്ളായിട്ട് ചെയ്യാനുണ്ട്. റെയിൻബോ കട്ട് ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അവളവിടെ അങ്ങനെ വർക്ക് ചെയ്യട്ടെ. എനിക്കിവിടെ സ്റ്റിച്ചിങ് ഉണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അവളും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് കത്തിയൊക്കെ അടിച്ചിട്ടാണ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നത്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, അവളോട് ഹാൻഡ് വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൂ കളറിലുള്ളത് ഒരു ഗൗണാണ്. നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നുണ്ടാവും. ഞാനൊരു ക്ലിപ്പ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു വർക്ക് എൻ്റെ ചെറിയ ആരിക്കോട്ടിലിട്ട് ചെയ്യുന്നത്. അപ്പം അത് ഒരു വേസ്റ്റ് ബെൽറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അത് ഇങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് പിന്നീട് അപ്ലോഡ് ആക്കാം കേട്ടോ. കാരണം ഇതിൻ്റെയൊക്കെ ഡെലിവറി ഡേറ്റ് നമുക്ക് January 1 അപ്പോൾ അതിന് ശേഷമുള്ളൂ ഇതിൻ്റെ എല്ലാ ഫുള്ളായിട്ടുള്ള വീഡിയോസും വരും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ബൈ ബൈ.